കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി വീണ്ടും പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാ പത്രം കൊടുത്ത് അവൾ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനകളിലൂടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് സഭ നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യ വായന നമ്മൾ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ അതിനകത്ത് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നമ്മൾ പരസ്പരം വിധിക്കാതിരിക്കുക, പിറുപിറുക്കാതിരിക്കുക. ചില സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരമായൊരു വ്യാപാരമായിട്ട് ഇത് മാറും. ഒന്നില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വിധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒച്ചത്തിൽ പറയാൻ പറ്റില്ലെങ്കിൽ ഉള്ളുകൊണ്ടാണെങ്കിൽ നമ്മൾ പിറുപിറുക്കും, അല്ലേ? വീട്ടിലൊക്കെ പലപ്പോഴും അങ്ങനെ ആയിരിക്കും. പുറത്തൊക്കെ നമ്മൾ ഓപ്പണായിട്ടൊക്കെ ചിലപ്പോൾ പറയും. ചിലപ്പോൾ പള്ളി കമ്മിറ്റിയിലും പുറത്ത് സമൂഹത്തിലൊക്കെ ഓപ്പണായിട്ട് പറയുന്നവർക്ക് പോലും ചിലപ്പോൾ വീട്ടിൽ സ്വന്തം ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലൊക്കെ സ്വരമുയർത്തി സംസാരിക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിറുപിറുക്കും. ഉള്ളുകൊണ്ടാണെങ്കിലും പറയുമെങ്കിലും പുറകെ കൂടി പിറുപിറുപിറു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. കർത്താവ് പറയാണ്, വചനത്തിലൂടെ പറയാണ്, നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ബന്ധത്തെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണോ? പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസാരത്തെയാണ്. മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം നൽകുന്നവ സംസാരിക്കണമെന്നാണ് എഫെസൂസർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവരൻ ആത്മീയ ചൈതന്യം നൽകുന്ന വാക്കുകളാകട്ടെ നിങ്ങളുടെ സംസാരം. ഒരു വിശ്വാസത്തിലും ഒരു നമ്മൾ പറയില്ല, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ നൽകുന്നതാകട്ടെ നമ്മുടെ സംസാരം. അതിന് വിപരീതമായിട്ട് നമ്മുടെ സംസാരം മാറരുതെന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ കുടുംബ ബന്ധങ്ങളിലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മൾ നിരന്തരം മറ്റുള്ളവരെ വിധിച്ചും പഴിചാരിയും കുറ്റം പറഞ്ഞും ഒക്കെ കടന്നു പോകുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ ആ കുടുംബത്തിൽ, ആ സമൂഹത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? എങ്ങനെ സന്തോഷം ഉണ്ടാവും? കുറവുകളില്ലാഞ്ഞിട്ടില്ല, നമുക്കെല്ലാം ബലഹീനതകളുണ്ട്, നമുക്കെല്ലാം കുറവുകളുണ്ട്, നമുക്കെല്ലാം പോരായ്മകളുണ്ട്. എല്ലാ സമൂഹത്തിലും എല്ലാ കുടുംബ ബന്ധങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പോരായ്മകളുള്ള, ബലഹീനതകളുള്ളവരാണ് ഈ ഒരുമിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്. ഒരു കുടുംബവും പെർഫെക്റ്റ് അല്ല, ഒരു ഹസ്ബൻഡും പെർഫെക്റ്റ് അല്ല, ഒരു ഭാര്യയും പെർഫെക്റ്റ് അല്ല. പിന്നെയോ രണ്ട് ഇംപെർഫെക്ഷൻ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുക. എന്തിനാ? ഒരു പെർഫെക്ഷനിലേക്ക് വളരാൻ. പരസ്പരം കരുതിയും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം ക്ഷമിച്ചും പരസ്പരം കുറവുകളെ നികത്തിയൊക്കെ എന്നാ ചെയ്യുന്നത്? ഇവർ ഒരുമിച്ച് ഒരു പെർഫെക്ഷനിലേക്കുള്ള വളർച്ചയാണ്, ഒരു പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ്. അപ്പോൾ ബലഹീനരാണ് യഥാർത്ഥത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. മറ്റുള്ളവരെ വിധിക്കുന്നത്, നമുക്ക് ഒരാളെ വിധിക്കുമ്പോൾ അവനെക്കുറിച്ച് പൂർണ്ണമായി നാം അറിഞ്ഞിട്ടാണോ നമ്മൾ വിധിക്കുന്നത്? ഒരിക്കലുമില്ല. അവൻ്റെ ബാഹ്യ പ്രവൃത്തി കണ്ടുകൊണ്ട് മാത്രം നമ്മൾ വിധിക്കുന്നത്. കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു എന്ന് പറയാം. നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ അവന് ഒരുപക്ഷെ അവൻ്റെ അപ്പോഴത്തെ പ്രവൃത്തി അല്ലെങ്കിൽ അവൻ ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ആകെ തുക വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ വിധിക്കുന്നത്.
അവന് അടുത്ത നിമിഷം വേണമെങ്കിൽ മാനസാന്തരപ്പെടാം. ഏത് നിമിഷവും അവന് ദൈവസ്നേഹത്തിന് അനുഭവം ഉണ്ടാകാം. ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, അവൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടാകും എന്ന് കരുതി അവൻ്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ് എന്ന് വിധിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ വിധിക്കാതിരുന്നാൽ തന്നെ, പെറുപെറുക്കാതിരുന്നാൽ തന്നെ, സംസാരത്തിൽ തെറ്റ് പറ്റാതിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് ഒത്തിരി ഊഷ്മളമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പല കുടുംബങ്ങളിൽ 1-2 പറഞ്ഞ് തുടങ്ങി പിന്നെ അവസാനം തല്ലിൽ അവസാനിക്കും. അവിടെ ഒച്ചപ്പാട് ബഹളമായി. വളരെ നിസ്സാര കാര്യം പറഞ്ഞായിരിക്കും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ തുടങ്ങുന്നത്. ചിലപ്പോൾ അപ്പനും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ മക്കൾ തമ്മിൽ ഒക്കെ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് തുടങ്ങിയത് അവസാനം കുടുംബത്തിൽ സ്നേഹം വളരേണ്ട ഇടത്തിൽ, സമാധാനവും സന്തോഷവും അന്തരീക്ഷം ഉണ്ടാകേണ്ട ഭവനം തന്നെ അവസാനം കലഹത്തിൻ്റെയും ഭിന്നതയുടെയും ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയും ഒക്കെ ഇടമായിട്ട് മാറുകയാണ്. അതിന് കാരണം സംസാരം ശ്രദ്ധിക്കാത്ത. ചിലതൊക്കെ നിർത്തേണ്ട സമയത്ത്, സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് സ്റ്റോപ്പ് ചെയ്താൽ അത് പിന്നെ അങ്ങോട്ട് പോകാതിരുന്നാൽ ഒത്തിരി സമാധാനം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അപ്പം ആ ഒരു ദീർഘക്ഷമ, അതാണ് രണ്ടാമത് യാക്കോബ് ശ്ലീഹ പറയുന്ന വിഷയം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് ദീർഘക്ഷമ പരിശീലിക്കണമെന്ന് പറഞ്ഞ കുടുംബത്തിൽ. നമ്മളത് പരിശീലിക്കേണ്ട, നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അത് നമുക്കറിയാം അല്ലേ? ചിലവർക്ക് പറഞ്ഞു വെച്ചാൽ ക്ഷമ കെട്ടുപോകുമെന്ന് പറഞ്ഞ് ക്ഷമിച്ച് 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 മടുത്തെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? കുടുംബാംഗങ്ങൾ നമ്മളെ ദീർഘക്ഷമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരു പുണ്യം കൂടിയാണ്. ജോബിൻ്റെ ഉദാഹരണമൊക്കെ വെച്ച് യാക്കോബ് ശ്ലീഹ പറയുന്നതാണ്. അത്ര മാത്രം സഹനങ്ങളും വേദനകളും പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടും ജോബ് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവവചന ഹൃദയത്തിലെടുക്കുകയും ദൈവസ്നേഹത്തോട് ഐക്യപ്പെട്ട് ദീർഘക്ഷമയിൽ അവൻ വ്യാപരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ദീർഘക്ഷമയാണ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിലെല്ലാം സ്വന്തമാക്കാനുള്ള ഒരു എളുപ്പ വഴി. എന്തെല്ലാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ദൈവം വാഗ്ദാനം ചെയ്തത് സ്വന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അടിസ്ഥാനപരമായി നമ്മൾ ആർജിച്ചെടുക്കേണ്ട ജീവിതത്തിൻ്റെ സ്വഭാവമാണ് ദീർഘക്ഷമ കാണിക്കാൻ നമുക്ക് പറ്റണം. അത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഈശോ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. ഈശോ ചെയ്യാത്തതൊന്നും ഈശോ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈശോ പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും തൻ്റെ ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച വിഷയങ്ങൾ മാത്രമാണ് ഈശോ നമ്മളോട് പറഞ്ഞത്. ദീർഘക്ഷമ കാണിക്കണം. സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, വല്ലാതെ വൈകാരികമായി തകർക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോഴൊക്കെ ദീർഘക്ഷമ എന്ന പുണ്യം അഭ്യസിക്കാൻ നമുക്ക് പറ്റണം. ഇത് രണ്ടും ഒരു കുടുംബത്തിലുണ്ടായാൽ, മൂന്നാമത് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ് വിശ്വസ്തത പുലർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി വിവാഹമോചനങ്ങളുടെയൊക്കെ വിഷയം തന്നെ നമുക്കറിയാം അവിശ്വസ്തതയാണ്. എത്രയോ കുടുംബങ്ങളാണ് ഓരോ ധ്യാനങ്ങൾക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിശ്വസ്തതയുടെ മുറിവ് പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ 8-10 വർഷക്കാലം ദാമ്പത്യത്തിൽ സ്നേഹത്തിലും ഐക്യത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് അറിയാണ്, കഴിഞ്ഞ നാളുകളിൽ എന്നോട് കാണിച്ചത് സ്നേഹമല്ലായിരുന്നു, അവിശ്വസ്തതയായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്നേഹം നടിക്കുകയായിരുന്നു എന്ന് ഒരു സുപ്രഭാതത്തിൽ അറിയുമ്പോൾ എത്ര കണ്ട് മനസ്സ് മുറിയും, എത്ര കണ്ട് മനസ്സ് വേദനിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ദാമ്പത്യം എങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും അത് വല്ലാത്തൊരു അസ്വസ്ഥതകളുടെ ഒരു ദാമ്പത്യമായിട്ട് മാറും. അതല്ല എങ്കിൽ അത്ര കണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ക്ഷമിക്കാൻ പറ്റണം. ആ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകണം. എന്നോട് അവിശ്വസ്തത കാണിച്ച എൻ്റെ ജീവിത പങ്കാളിയെ ഇപ്പോഴും വിശ്വസ്തനായി കണ്ടുകൊണ്ട് ആദ്യ സ്നേഹം പുലർത്തണമെങ്കിൽ അത്ര കണ്ട് ആത്മാവിൻ്റെ നിറവുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊക്കെ എത്ര പേർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ സ്നേഹമുണ്ട്? അപ്പം അതില്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ വളരാത്തിടത്തോളം കാലം സുവിശേഷത്തിലൂടെ കർത്താവ് പറയാണ് ദാമ്പത്യ വിശ്വസ്തത പ്രധാനപ്പെട്ടത്. കാരണം ദൈവം യോജിപ്പിച്ചതാണ്. അത് പരസ്പരമുള്ള വിശ്വസ്ത മാത്രമല്ല. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ദാമ്പത്യത്തിൽ വിശ്വസ്തത ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും. അല്ല, അതിനേക്കാളും ഉന്നതമായൊരു വിശ്വസ്തത എന്താണ്? ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കരം ചേർത്ത് പിടിച്ചിട്ട് വചനത്തെ സാക്ഷ്യപ്പെടുത്തി, വചനത്തെ കൈവയ്ക്കും. എന്നിട്ട് പറയും, ദൈവമേ, നിന്നോട് ഞങ്ങൾ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് വിശ്വസ്തരായിരിക്കാം മരണം വരെ. അപ്പൊ ദൈവത്തോടാണ് വിശ്വസ്തരായിരിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ പരസ്പരം വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ദൈവത്തോടുള്ള വിശ്വസ്തത കുറയുമ്പോഴാണ് ദാമ്പത്യ അവിശ്വസ്തതകൾ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇന്ന് സഭ നമുക്ക് തരുന്ന എല്ലാ സന്ദേശങ്ങളും ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട വിഷയങ്ങളാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ അല്പമൊന്ന് സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളൊക്കെ എടുത്താൽ നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.